നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ബാക്ക് വിത്ത് റിലേഷൻഷിപ്പ് റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് മാത്രം എടുക്കാം. ഓക്കെ, അവരെന്താ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. അവരുടെ തോട്ട്സ്, ഫീലിങ്സ്, ആക്ഷൻസ് നോക്കാം നമുക്ക്. ഓക്കെ, അവരിപ്പോൾ എന്താ ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആവാം, സെപ്പറേഷൻ ആവാം, കോണ്ടാക്റ്റ് ഉണ്ടാവാം, സംസാരിക്കുന്നുണ്ട് പക്ഷെ അധികം സംസാരിക്കുന്നില്ല. അങ്ങനെ ഹസ്ബൻഡ് വൈഫ് ആവാം, വേറെ റിലേഷൻഷിപ്സ് ആവാം, റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് എന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഫീൽ ചെയ്യുന്നത്, അവരുടെ തോട്ട്സ് എന്താണ് നിങ്ങളെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച്, ആൻഡ് അവരുടെ ഇൻറ്റൻഷൻ, അവർക്ക് ഇതിൽ നിന്ന് എന്താണ് ആഗ്രഹം, എല്ലാം നോക്കാം നമുക്ക്. ഓക്കെ, okay, let's see. Feeling wise, Fool and 2 Wands. അവരുടെ തോട്ട്സ് എന്താണ്? ഓക്കെ, ഗുഡ്. അവർ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്നാണ്. ഓക്കെ, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, നിങ്ങളുമായിട്ട് മുന്നോട്ട് അവർക്ക് എന്ത് വേണം എന്നാണ് ആഗ്രഹം. ഓക്കെ, ആൻഡ് അവരുടെ ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ അത് നോക്കാം. ഓക്കെ, എനിക്ക് ഇതിൽ ഫീലിങ്സ് ഗെയിൻ 2 ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ആണ് വന്നത്. ഓക്കെ, ഫൈൻ. ഞാൻ ഇത് സിമിലർ കാർഡ് ആയതുകൊണ്ടാണ്, എടുക്കണം എന്നില്ല. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, അതുകൊണ്ടാണ്. 2 of Wands, 2 of Swords ആണ്. ഓക്കെ, ഓക്കെ, ഗുഡ്. ആക്ഷനെ ഞാൻ ലാസ്റ്റ് എടുക്കാം, കൺഫേം ചെയ്യാം. ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. ആദ്യത്തെ കാര്യം, നിങ്ങളുമായിട്ടൊരു മുന്നോട്ടൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. ഓക്കെ, ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ലൈഫിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് മേ ബി മാരേജ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയ സെപ്പറേഷൻ, ബ്രേക്കപ്പ്, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ശരി, നിങ്ങളുമായിട്ട് ശരിക്കും ഒരു റിസ്ക് എടുത്തിട്ടായാലും മുന്നോട്ട് പോകണം ലൈഫിൽ എന്ന് പറയാം. ഓക്കെ, നിങ്ങളെ അവർ ലൈഫിൽ വേണം എന്നുണ്ട്, കൂടെ തന്നെ വെക്കണം എന്നുണ്ട്. അതിനിപ്പോൾ എന്തെങ്കിലും റിസ്ക് ആണെങ്കിലും ശരി, നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഫീലിങ്സിൽ അവർക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളെ അങ്ങനെ വേണം, നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ലവേഴ്സ് കാർഡാണ്. ആക്ച്വലി 2 of Wandsഉം 2 of Swordsഉം ഒക്കെ വന്നു. എല്ലാം കൺഫ്യൂഷനാണ് കാണിക്കുന്നത്. ലവേഴ്സും പറയുന്നത് ഒരു തരത്തിലൊരു ചോയ്സിൻ്റെ കാര്യമാണ്. ആൻഡ് ഇടയിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് 7 of Swords ഞാൻ കണ്ടിരുന്നു. 7 of Cups കണ്ടിരുന്നു. അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ അതെന്തോ ആവാം, ഞാൻ എന്താണെന്നുള്ളത് നോക്കുന്നില്ല ഇപ്പോൾ. നോക്കട്ടെ, നമുക്ക് വേറെ എവിടെയും കിട്ടിയാൽ ഞാൻ പറയാം. ഓക്കെ, അവർക്ക് ലൈഫിൽ വേറെയും കാര്യങ്ങളുണ്ട്, വേറെയും അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല, പക്ഷെ അവർക്ക് വേറെയും പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങളെ ചൂസ് ചെയ്യുന്ന തരത്തിലാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, അതിൽ നിന്നൊക്കെ മേലെ 7 of Cups എത്ര വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ മേലെ നിങ്ങളെ ചൂസ് ചെയ്യണം എന്ന രീതിക്കാണ്. ആൻഡ് 2 of Swords ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ, വേണോ എന്ന രീതിക്ക് അവർ ആലോചിക്കുന്നുണ്ട്. അവരുടെ ഫീലിങ്സിൽ നിങ്ങളുമായിട്ട് ആ ഒരു ലവേഴ്സ് എനർജി കാണുന്നുണ്ട്. സോ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട് അവർക്ക്, നിങ്ങളോട് സ്നേഹം ഫീലിങ്സ് ഉണ്ട്. അത് നിങ്ങളുമായിട്ട് പക്ഷെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ, ഇല്ലേ, പറ്റുമോ, വേണം എന്നുണ്ട് ഒരു ഭാഗത്ത്, പക്ഷെ സാധിക്കുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്യാൻ പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, തോട്ട്സിലും 6 of Wands ആൻഡ് 8 of Wands ആണ്. സോ ഡെഫിനറ്റ്ലി അവർ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഇതും ന്യൂ ബിഗിനിങ്ങിൻ്റെ കാര്യമാണ് പറയാം. നിങ്ങളുമായിട്ട് അവർക്ക് ഒരു ലൈഫ് മുന്നോട്ട് വേണം, പാഷനേറ്റ് ആയിട്ടൊരു ലൈഫ് വേണം. നിങ്ങളോട് അത്രയും ആ സ്നേഹം ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ, പറയാൻ ഒരു സക്സസ് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ലൈഫിൽ നമ്മൾ പറയില്ലേ, ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു എന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ. ഓക്കെ, അപ്പം നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവരെന്തോ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോന്നലാണ്. അവരുടെ ലൈഫിൽ നല്ലതായിരിക്കും മുന്നോട്ട്, അവർക്കൊരു വിജയം എന്ന രീതിക്കാണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് വേറെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാവാം. അവർക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങളെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളെ അവരെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടാവും.
ഓക്കെ, ചിലവർക്ക് അത് മാത്രം ജസ്റ്റ് ഒരു ഇത് പറഞ്ഞത് മാത്രം. അതല്ലാതെയും അവർക്ക് നിങ്ങളെ അവരുടെ കൂടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ എന്തൊക്കെയോ അച്ചീവ് ചെയ്ത ഒരു ഇത് ഫീലിംഗ് വരും, അവർക്കൊരു സന്തോഷം കിട്ടും എന്ന രീതിക്കൊക്കെ പറയാം. സക്സസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഏസ് ഓഫ് വൺസും പുതിയ തുടക്കം എന്ന രീതിക്കാണ്. ഫൂളും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അവരുടെ മൈൻഡിൽ നിങ്ങളുമായിട്ട് ഒരു ലൈഫ് മുന്നോട്ട് വേണം എന്നെന്തായാലും ഉണ്ട്. ഓക്കെ, അത് റിസ്ക് എടുത്തിട്ടായാലും ശരി, നിങ്ങളെ അവരെ ലൈഫ് ഒന്ന് അവർ വിട്ട് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അത്ര പറയാം എന്തായാലും. ഓക്കെ, അതിപ്പോൾ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ശരി, അവർ നിങ്ങളെ വിട്ട് കളയാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ലൈഫിൽ മുന്നോട്ടും അവരുടെ കൂടെ തന്നെ വേണം എന്നാണ്. ആൻഡ് ഇവിടെ ഇൻറ്റൻഷൻ 10 of Wands ആൻഡ് ഹയറോഫന്റ്. ഓക്കെ, 10 of Wands പറയുമ്പോൾ അവർക്ക് ചില ബേർഡൻ ഉണ്ട് അവരുടെ മേലെ. ഓക്കെ, ചില ബാധ്യതകളുണ്ട് അവരുടെ മേലെ. അത് ഫാമിലിയുടെ ആയിരിക്കാം, ജോലിയുടെ ആയിരിക്കാം. ജോലി കരിയർ ചിലപ്പോൾ നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ഇതായിരിക്കാം. അല്ലെങ്കിൽ റിലീജിയൻ പറയാം. ഹയറോഫന്റ് അവിടെ. സോ മേ ബി റിലീജിയൻ. ഓക്കെ, റിലീജിയൻ അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്ന് പറയാം. അതായത് മറ്റുള്ളവർ അംഗീകരിക്കില്ല, ഫാമിലി അംഗീകരിക്കില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇൻറ്റൻഷൻ അവർക്ക് ഹയറോഫന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മാരേജ് എന്നും പറയാം. നമുക്ക് അവർക്ക് ഈ ബേർഡൻ ഒക്കെ എന്താ പറയുക, ഇറക്കി വെച്ച് നിങ്ങളുമായിട്ടൊരു മുന്നോട്ടൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറയാം. ഓക്കെ, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അവർ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെന്റ് ലെവലിലേക്കാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ഒരു ഫാമിലി ആക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകാൻ സാധിക്കും, ഒരു ഓഫർ തരാം, നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാം എന്ന രീതിക്ക് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. മാരേജ് ആണ് ചിലവർക്ക് ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിലവർക്ക് മേ ബി ഇതൊരു തടസ്സമായിരിക്കാം. ആ ബേർഡൻ അവരെ മൈൻഡിൽ ഉണ്ട് എന്ന് പറയാം. ദാറ്റ് റിലീജിയൻ വേറെയാണ്, അല്ലെങ്കിൽ ഫാമിലി അഗ്രി ചെയ്യുമോ, അല്ലെങ്കിൽ അവർക്ക് വേറെ ഓൾറെഡി ഫാമിലി തടസ്സങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അങ്ങനത്തെ കാര്യമായിരിക്കും. പക്ഷെ നിങ്ങളെ അവർ ലൈഫിലേക്ക് കൂടെ വേണം, സ്റ്റേബിളായിട്ട് വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇൻറ്റൻഷൻ, അവരെ ഇൻറ്റൻഷൻ അതാണ്. നിങ്ങളെ ശരിക്കൊരു 4 of Wands മാരേജ്. ഓക്കെ, അവർ ഇൻറ്റൻഷൻ അവർക്ക് അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. പക്ഷെ ചില ബേർഡൻ ഉണ്ട് അവരുടെ മേലെ, ചില ബാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തു വന്ന പക്ഷെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള മനസ്സിൽ ഉണ്ട് അവർക്ക്. ഓക്കെ, ആൻഡ് ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ ടെമ്പറൻസ്, ബാലൻസ് ആണ്, ജസ്റ്റിസ് ആണിത്. രണ്ടും ഒരു തരം ബാലൻസിൻ്റെ കാര്യം പറയാം നമുക്ക്. ഓക്കെ, നമ്മൾ പറയില്ലേ 2 തട്ട് 2 തുലാസ്. ടെമ്പറൻസ് പറയുമ്പോഴും നമ്മൾ ബാലൻസ് എന്ന രീതിക്ക് പറയും. ഓക്കെ, 2 കാര്യങ്ങളെ ബാലൻസ് ചെയ്യുന്നു, ഇതും 2 കാര്യങ്ങളെ ബാലൻസ് ചെയ്യുന്നു. ഇപ്പോൾ അവർ തൽക്കാലം ഐ തിങ്ക് ആക്ഷൻ അവരെ നോക്കാം ഞാൻ ഒരു കൂടി. ഇവിടെ കാണുന്നത് ഇപ്പോൾ അവർ തൽക്കാലം ലൈഫിനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷനും അവരുടെ ഫാമിലി വേറെ പറഞ്ഞല്ലോ, അവർക്ക് ചിലപ്പോൾ വേറെ ബാധ്യതകൾ ഉണ്ടാവാം, വേറെ ബേർഡൻസ് അവരുടെ ലൈഫിൽ ചില ഒബ്ലിഗേഷൻസ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതിനെയും അവർ മാനേജ് ചെയ്യണം. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് അവർ മാനേജ് ചെയ്യാനാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത്. ഓക്കെ, ആക്ഷനായിട്ട് ഇപ്പോൾ അവർ തൽക്കാലം ഒരു ബാലൻസിൽ വരാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്നുണ്ട്, ന്യായം ചെയ്യണം എന്നുണ്ട് അവരൊക്കെ ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. യൂണിവേഴ്സായിട്ട് ബാലൻസ് കൊണ്ടുവരുമെന്നും പറയാം. ടെമ്പറൻസ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് പറയും. ഇതൊരു ഏഞ്ചൽ പോലെയാണുണ്ടോ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരുമെന്ന് പറയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, എന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് ഈക്വലായിട്ട് നിങ്ങളെയും മാനേജ് ചെയ്യാൻ, എന്ന് വെച്ചാൽ ഈക്വലായിട്ട് നിങ്ങൾക്ക് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും, ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും എന്ന രീതിയിലും കാണുന്നുണ്ട്. നോക്കട്ടെ, ആക്ഷൻ അവരെ ബാധിക്കുന്നത് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് ആക്ഷൻ ഉണ്ടാവുമോ അതോ തീരുമാനം എടുക്കാനുള്ള. ഓക്കെ, ലെറ്റ്സ് സീ. 5 of Wands കോൺഫ്ലിക്ട്സ്, എംപ്രസ്, Ace of Swords ഉണ്ട്, വെരി ഗുഡ്. ആൻഡ് 10 of Pentacles. വാവ്, അവർ ഫൈറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ ഓക്കെ, അവർ ഒരു ഫൈറ്റ് ലെവലിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങളെ മാരേജ് ചെയ്യാൻ എന്നുള്ള ലെവലിൽ. ഓക്കെ, എംപ്രസ് ആയിട്ട്, എംപ്രസ് എന്ന് മാത്രമല്ല എംപററായിട്ട് എടുത്തോളൂ, ഹസ്ബൻഡ് വൈഫ്. അതായത് നിങ്ങളെ മാരേജ് ചെയ്യാൻ വേണ്ടി അവർക്ക് ചില കാര്യങ്ങൾ ഓവർകം ചെയ്യാനുണ്ട്, ചില കാര്യങ്ങളെ അവർക്ക് ഫൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളെ ചൂസ് ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റേതായ സമയം എടുക്കും. പക്ഷെ ഇവിടെ ഏസ് ഓഫ് സോർഡ്സ് ഉണ്ട്, നമുക്കൊരു പോസിറ്റീവ് ആണ്. ഓക്കെ, നിങ്ങളോട് കമ്മിറ്റഡ് ആണ് പേഴ്സൺ, ആൻഡ് നിങ്ങളെ അവർക്ക് വേണം എന്ന് തന്നെയാണ്, അവർ ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. 10 of Pentacles ഉണ്ട്, 3 of Wands. യെസ്, അവർ നിങ്ങളെ ഒരു ഫാമിലി ആക്കാൻ ഒരു വഴികൾ ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ആക്ഷൻ എടുക്കാൻ ലേശം സമയം എടുക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് അവർ, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് പല കാര്യങ്ങളും ഓവർകം ചെയ്യാനുണ്ട്, ഫൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷെ ആഗ്രഹങ്ങൾ ഇവിടെ വളരെ ക്ലിയർ ആണ്, നല്ലതാണ്. ഇപ്പോൾ മേ ബി ഒരു ആക്ഷൻ പെട്ടെന്ന് എടുത്ത് ചാടി ചിലപ്പോൾ ഉണ്ടാവില്ല, അവർ ആലോചിച്ച് പക്ഷെ തീരുമാനിച്ച് ഒരു ആക്ഷൻ വരും എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. ഇൻറ്റൻഷൻ നല്ലതാണ്, കുറച്ച് സമയം കൊടുക്കാം. ഓക്കെ,
നമുക്ക് യൂണിവേഴ്സ് മെസ്സേജസ് കൂടി നോക്കിയേക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, dragonfly, have confidence, fire, judgment. Okay, judgment നല്ല കാര്യം. Mountain and lion. Okay, wish. Your heart's desire is ready to come true. നിങ്ങളുടെ വിഷ് നടക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ മാരേജാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കും. കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ് അത് നടക്കും. അവർ നിങ്ങളോട് ഫീലിങ്സ് പറയാനാണെങ്കിൽ അത് നടക്കും. എല്ലാം ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കും തീർച്ചയായിട്ടും. Dragonfly, have confidence during this time of great joy, renewal and connection to the spirit. ഓക്കെ, നിങ്ങൾ കുറച്ച് ഫെയ്ത്ത് വയ്ക്കുക, കോൺഫിഡൻസ് വയ്ക്കുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് നല്ല സമയം വരുന്നുണ്ട്. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുമ്പോൾ നമ്മുടെ പുൽച്ചാടിയാണോ അതിന് പറയാം? അല്ല, മറന്നുപോയി, സോറി. ഇതെങ്ങാനും നിങ്ങൾക്ക് സൈനായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൈനായിട്ട് എടുത്തോളൂ കേട്ടോ. ഓക്കെ, മൗണ്ടൻ ഉണ്ട്. നോ ദാറ്റ് യു ആർ പ്രൊട്ടക്റ്റഡ് ആസ് യു ഫേസ് ചാലഞ്ചസ് ബട്ട് റിമെയിൻ കോഷ്യസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ ചാലഞ്ചസ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ പേഴ്സൺ ഫൈറ്റ് ചെയ്യാനുണ്ട്, ചില കാര്യങ്ങൾ ഓവർകം ചെയ്തിട്ട് വേണം അവർ വരാൻ അല്ലേ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. സൂക്ഷിക്കുക എന്നുകൊണ്ട് റിമെയിൻ കോഷ്യസ്, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഫയർ, ലെറ്റ് ഗോ ഓഫ് ഇമോഷണൽ അപ്പീവൽ ആൻഡ് എംബ്രേസ് റിന്യൂവൽ ഓഫ് ദ പ്രസന്റ്. ഇത് നിങ്ങൾ തമ്മിൽ ഒരു റിന്യൂവൽ ഉണ്ട്, നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ഉണ്ട്, നിങ്ങൾ തമ്മിൽ മുന്നോട്ടൊരു ഫ്യൂച്ചർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഒരുപാട് ഇമോഷണൽ ആവണ്ട, കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുക, സ്ട്രോങ് ആയിട്ട് നിൽക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്യൂച്ചർ ഉണ്ട് തീർച്ചയായിട്ടും. ആൻഡ് റിന്യൂവൽ ഓഫ് ദ പ്രസന്റ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിന്യൂവൽ ഉണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നും പറയാം. ജഡ്ജ്മെന്റ്, സോൾ സെർച്ചിങ് വിൽ ബ്രിങ് ഇൻ എ പീസ് ടു മെനി ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങളൊന്ന് പേഴ്സണെ നിങ്ങൾ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓക്കെ, അവർ സിറ്റുവേഷൻ സാഹചര്യമൊക്കെ അവർ ഡീൽ ചെയ്തിട്ട് വേണം വരാൻ. സോ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അവർ എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നില്ല, എന്തെങ്കിലും ചെയ്തിട്ട് വന്നൂടെ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ അല്പം പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കാം. ഓക്കെ, അല്പം ഒന്ന് ചിന്തിക്കുക, സാധിക്കുമോ ശരിക്കും? നമ്മൾ സൊസൈറ്റിയെ ഫേസ് ചെയ്യണം, ഫാമിലിയെ ഫേസ് ചെയ്യണം, മറ്റുള്ളവരെ പലതും കേൾക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രത്തോളം എളുപ്പമായിരിക്കുമോ നിങ്ങളൊന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കുക. ഓക്കെ, സമയം എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സമയം കൊടുക്കുക. അറ്റ്ലീസ്റ്റ് അവർ ചെയ്യാമെന്നുള്ള വാക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൊടുക്കുക. ഓക്കെ, നിങ്ങൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുക, അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി കുറച്ചുകൂടി ഒന്ന് ഐ തിങ്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്നാണ്. ആൻഡ് ഹാർനസ് ദ ലോ. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ടാണ് പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുകൂടി ആലോചിക്കട്ടോ, ഞാനത് പറയാൻ മറന്നു. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് എന്താ പേടി? അവരെ വിട്ടുപോകുക എന്നുള്ള പേടിയാണോ? ട്രസ്റ്റ് ഇല്ലാണ്ടാണോ? അതൊക്കെ ഒന്ന് നിങ്ങൾ കൂടി ഒന്ന് ആലോചിക്കണം. സോൾ സെർച്ചിങ്, നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് കൂടി ഒന്ന് നോക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് ചിന്തിച്ച് കൂട്ടിയാൽ ആക്ച്വലി നെഗറ്റീവ് തന്നെ നടക്കുകയും ചെയ്യും, അതും ഞാൻ പറയാം. ഓക്കെ, ഹാർനസ് ദ ലോയൽ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഓറ ഓഫ് ദ ലയൺ ആൻഡ് ചാർജ് അഹെഡ് മാഗ്നിഫിഷ്യൻ്റ്ലി. നിങ്ങൾ ലോയലായിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെ അൺകണ്ടീഷണലി സ്നേഹിക്കുക. എന്ന് വെച്ചാൽ തിരിച്ചെന്ത് കിട്ടും എന്ന് നോക്കിയിട്ടല്ല, അല്ലാതെ തന്നെ നിങ്ങൾ അൺകണ്ടീഷനായിട്ട് നിങ്ങൾ സ്നേഹിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ അവരെ കൂടെ അവരടുത്ത് അവരിപ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത സമയം അങ്ങനെ സാഹചര്യം ആണെങ്കിൽ അവരെ പിന്നാലെ പോകാനല്ല പറയുന്നത്. ഓക്കെ, നിങ്ങൾ അവരെ ദൂരെ മാറി നിന്നിട്ടായാലും ഓക്കെ, ആ മനസ്സിൽ നിങ്ങൾ സ്നേഹം മാത്രം വെക്കുക, എപ്പോഴും ദേഷ്യങ്ങൾ വെക്കാതിരിക്കുക, അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു സിനാരിയോ ആണ് കാണുന്നത്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നു. ഓക്കെ, നിങ്ങളും ആക്ച്വലി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക സ്ട്രോങ് ആയിട്ട്, അതും വേണം. ഓക്കെ, നിങ്ങൾ ആ മറ്റേ പേഴ്സൺ വരട്ടെ, അവർ വന്നിട്ട് എന്നെ കമ്മിറ്റ്മെൻറ്റ് തരട്ടെ, അല്ലെങ്കിൽ അവർ എന്നിട്ട് വേണം എൻ്റെ ലൈഫ് മുന്നോട്ട്, അങ്ങനെയല്ല. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലെടുക്കൂ. ഓക്കെ, നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, അവർ വരട്ടെ, അവരും എല്ലാം അവരെ കാര്യങ്ങൾ ചെയ്ത് വരട്ടെ. ഓക്കെ, സോ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.